ക്ഷേമ പെൻഷൻ എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ക്ഷേമ പെൻഷൻ 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചു, കൃത്യമായി കൊടുത്തു എന്നൊക്കെയുള്ളതായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട അവകാശവാദം. ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നത് എന്തേ എന്ന് ചോദിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ളതാണ്. കൃത്യമായി അർഹരായ ആളുകൾക്ക്, അതും വലിയൊരു വിഭാഗമാണ്, 50 ലക്ഷത്തിലധികം ആളുകൾക്ക് കൃത്യമായി മാസാമാസം കൊടുക്കേണ്ട പെൻഷൻ കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണല്ലോ ഈ കുടിശ്ശിക 1 ഗഡുവായും 2 ഗഡുവായും 3 ഗഡുവായൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. അഭിലാഷേ, ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ള കാര്യം കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. 2022 മാർച്ച് 31 വരെ ഒരു മാസത്തെ പോലും കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. കൃത്യമായി ഓരോ മാസവും പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുത്തിരുന്നു. 2022 മാർച്ച് 31 ശേഷമാണ് പെൻഷൻ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയും കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് വരുന്ന മാറ്റത്തെ തകർക്കാൻ വേണ്ടിയും ഒന്ന് പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെയും കിഫ്ബിയുടെ പ്രവർത്തനത്തെയും കേരളത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി. വെറുതെ ഉൾപ്പെടുത്തുകയല്ല ചെയ്ത, റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പൂർവ്വകാല പ്രഭാവത്തിൽ ഉൾപ്പെടുത്തി. അതായത് 2016 മുതൽ കൊടുത്ത പെൻഷൻ മുഴുവൻ കേരളത്തിന്റെ കടമെടുപ്പ് വായ്പാ പരിധിയിലേക്ക് പെടുത്തി. ഇതൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്താണ്. 6 മാസത്തെ വരെ കുടിശ്ശിക വന്നു. വലിയ തരത്തിൽ നമ്മൾ പല ഘട്ടത്തിലും അത് ചർച്ച ചെയ്തു. റൂൾ 300 പ്രകാരം കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു, കുടിശ്ശിക ഞങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും. ഓരോ മാസവും ഇനി കുടിശ്ശികയില്ലാതെ റെഗുലറൈസ് ചെയ്ത് തന്നെ കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ കുടിശ്ശികയുള്ളത് കൂടി ഞങ്ങൾ പടിപടിയായി വിതരണം ചെയ്ത് 2025 മെയ് 31 മുമ്പ് അത് പൂർത്തീകരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടാകുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിന്റെ നിയമസഭയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണ്. അതിനുശേഷം മാസം റെഗുലറായിട്ട് പോയി കുടിശ്ശികയും വിതരണം ചെയ്തു. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഒരു ധനകാര്യ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് 24/4/2025 അതായത് നിലമ്പൂര് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 31 ദിവസം മുമ്പ്. അതിലെന്താ പറഞ്ഞത്? സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ 1 കോടി കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടി നൽകാൻ തീരുമാനിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം. അതിനായി 1000 കോടി രൂപയോളം വേണ്ടിവരും. ഓരോ ഗുണഭോക്താവിനും 1800 കോടി രൂപയോളം വേണ്ടിവരും. ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കും. ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 31 ദിവസം മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ധനകാര്യമന്ത്രിയുടെ. ആ സമയത്ത് യുദ്ധാന്തരീക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പേ ഉപേക്ഷിക്കപ്പെട്ടു എന്ന രൂപത്തിൽ രാജ്യത്ത് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നുള്ള രൂപത്തിലുള്ള ചർച്ചയായിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണോ അർഹതപ്പെട്ടവർക്കുള്ള പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശികയുള്ള പെൻഷന്റെ 1 ഗഡു കൂടി കൊടുക്കാനും തീരുമാനിച്ചത്? ആ പെൻഷനാണ് ഇപ്പൊ കൈക്കൂലിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുക, പെൻഷൻ വർദ്ധിപ്പിച്ചതെല്ലാം കോൺഗ്രസ് ആണെന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ കേരളത്തിൽ 45 രൂപയായി കർഷക തൊഴിലാളികൾക്ക് 1980 നായനാർ സർക്കാർ കൊണ്ടുവന്ന പെൻഷൻ, ആ പെൻഷൻ ഇന്ന് 1600 രൂപയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കാലത്ത് വെറും 100 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ബാക്കി 1500 രൂപയും പെൻഷൻ വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണ്. ഈ ഫാക്ട് തെളിയിക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അങ്ങ് പറയുന്നത് ചെയ്ത് ഈ ചർച്ചയിൽ നിന്ന് ഞാൻ പോകാം. 100 രൂപയാണ് ആകെ കോൺഗ്രസിന്റെ കാലാവധിയിൽ ഈ കേരളത്തിൽ വർദ്ധിപ്പിച്ചത്. നിങ്ങൾക്കറിയോ? 600 രൂപയായിരുന്നു 2011. ആ 600 രൂപ നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ 18 മാസത്തെ കുടിശ്ശിക വരുത്തി. 2014 നവംബർ ഡിസംബർ മാസത്തെ, 2015 ജനുവരി മുതൽ ഡിസംബർ വരെ 12 മാസം, 2016 ജനുവരി മുതൽ ഏപ്രിൽ വരെ 4 മാസം, അങ്ങനെ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ടാണ് നിങ്ങൾ പോയത്. അരുൺകുമാർ, ഈ 18 മാസത്തെ കുടിശ്ശിക, ഇപ്പോ താങ്കൾ പറഞ്ഞു 1 മാസത്തെ കുടിശ്ശിക തീർക്കാനായി 1000 കോടി നീക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ 18 മാസത്തെ കുടിശ്ശിക തീർക്കാനായിട്ട് എത്ര കോടി രൂപ ഈ സർക്കാർ ചെലവഴിച്ചു? അന്ന് ഏകദേശം 6000-ലകം കോടി രൂപയാണ് ആ കുടിശ്ശിക അന്ന് വിതരണം ചെയ്യുക. കാരണം അന്ന് 600 രൂപ വീതം മതി. അല്ല, അങ്ങനെയല്ല. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. അരുൺകുമാർ, 14ാം കേരള നിയമസഭയുടെ 19ാം സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 425 രാജു എബ്രഹാമിന്റെ ചോദ്യത്തിന് TM തോമസ് ഐസക് അന്നത്തെ ധനകാര്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. നിലവിലെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 1473 കോടി രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നു. കുടിശ്ശികയുടെ കാലയളവ് വ്യത്യസ്ത ഗുണഭോക്താക്കൾക്ക് വ്യത്യസ്ത രീതിയിലാണ്. നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രസ്തുത കുടിശ്ശികയായ 1473 കോടി രൂപ 2016 ഓഗസ്റ്റ് 2017 ഓഗസ്റ്റ് എന്നീ 2 ഗഡുക്കളായി വിതരണം ചെയ്തിട്ടുണ്ട്, 2 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. UDF പെൻഷൻ കുടിശ്ശിക വെച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നിങ്ങൾ പറയുന്ന അത്രയുമില്ല, 1437 കോടിയേ ഉള്ളൂ.
അല്ല ഒറ്റ മിനിറ്റ് അല്ല അഭിലാഷേ, ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കൊടുത്ത ഒരു മറുപടി, അന്നത്തെ തോമസ് ഐസക് കൊടുത്ത മറുപടി അയച്ചിട്ടുണ്ട്. ചോദ്യം, ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി എന്ന് പറയാമോ? ചോദ്യം. ഉത്തരം, 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2027 മാർച്ച് വരെ 10 മാസത്തെ പെൻഷനും. അതായത് 2014 നവംബർ മുതലുള്ള എന്ന് വച്ചാൽ അന്ന് തുടങ്ങി ഈ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയുള്ള 18 മാസം, അതോടൊപ്പം തന്നെ സർക്കാർ വന്നതിന് ശേഷമുള്ള 10 മാസം, അത്രയും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, അതിലേക്കായി എത്ര തുക ചെലവഴിച്ചു എന്ന് പറയാമോ? അതിന് മറുപടി, ഈ സർക്കാർ അധികാരമേറ്റ ശേഷം 4628 കോടി രൂപ ഇതിലേക്കായി ചെലവഴിച്ചിട്ടുണ്ട്. 428 കോടിയെ അന്നത്തെ 600 രൂപ കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക, അപ്പൊ കിട്ടും എത്ര മാസമാണെന്ന്. ഇതൊക്കെ പൊതുസമൂഹത്തിലുള്ളതാണ്. അല്ല, പൊതുസമൂഹത്തിൽ ഉള്ള വിഷയത്തിന് ഇതിലിപ്പോ നമ്മള് ഈ പറഞ്ഞ രണ്ടു കൂട്ടരായാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, ചില പെൻഷനുകൾ ഒരുപക്ഷെ നവംബർ മുതൽ 2014 നവംബർ മുതൽ മുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ മുഴുവൻ ക്ഷേമ പെൻഷനുകളും 2014 നവംബർ മുതൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം 2016 അവസാന നിയമസഭാ സമ്മേളനത്തിൽ അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി MK മുനീർ നൽകിയ ഉത്തരവ് എന്റെ കയ്യിലുണ്ട്. വിവിധ മന്ത്രിമാർ അതാത് കാലങ്ങളിൽ നൽകിയ ഉത്തരം ഉണ്ട്. എന്തായാലും UDFന്റെ കാലത്തെ വളരെ സ്പെസിഫിക് ആയി നിലവിലെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നത് എന്ന രാജു എബ്രഹാമിന്റെ ചോദ്യത്തിന് 2017 അതായത് 2020 2020 തോമസ് ഐസക് നൽകിയ മറുപടി വളരെ കൃത്യമാണ്. 1473 കോടി രൂപയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. ഞങ്ങൾ അത് 2 ഘട്ടമായി കൊടുത്തു തീർത്തു. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക നിങ്ങൾ കൊടുത്തു തീർത്തു എന്നുള്ളത് ശരി, അത് 1437 കോടി രൂപയാണ് എന്നുള്ളത് വസ്തുതയാണ്. അത് TM തോമസ് ഐസക് എന്ന അന്നത്തെ ധനമന്ത്രി രാജു എബ്രഹാമിന്റെ ചോദ്യത്തിന് മറുപടിയായി 2020 നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. അതിൽ യാതൊരു തർക്കത്തിനും സ്കോപ്പില്ല. അഭിലാഷേ, അതായത് ഇതേ തോമസ് ഐസക് സഖാവ് തന്നെ കൃത്യമായിട്ട് കൊടുത്ത മറുപടിയാണ് ഞാൻ വായിച്ചത്. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം 4628 കോടി രൂപ ഇതിലേക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് കൊടുക്കാനുള്ളതല്ലേ? 4628 ഹരിച്ചാൽ മതി. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ എന്താണ് തർക്കമില്ല. മാസങ്ങൾ കാലത്ത് അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ കർഷക തൊഴിലാളികളുടെ പെൻഷന്റെ കാര്യം കൃത്യമായി പറയുന്നു. അന്ന് കൃത്യമായി ധരിക്കുക, 600 ഗുണം 32 ലക്ഷം എത്രയായിരുന്നു? 9311 കോടി രൂപ മതി UDFന്റെ കാലത്ത് 5 വർഷം കൊണ്ട് വിതരണം ചെയ്തത്. ഒന്നാം പിണറായി സർക്കാർ തന്നെ ഈ 5 വർഷം കൊണ്ട് വിതരണം ചെയ്ത തുക 37,000 കോടി രൂപ 37,000 കോടി രൂപയാണ്. അതുപോലെ രണ്ടാം പിണറായി സർക്കാർ വിതരണം ചെയ്ത തുക ഇത് 72,000 കോടി രൂപയാണ്. അപ്പൊ ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ചെലവഴിച്ചതിന്റെ 4 ഇരട്ടി ഒന്നാം പിണറായി സർക്കാർ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. ആ തുക ഇപ്പൊ വിതരണം ചെയ്യുന്ന അവകാശമാണ്, അത് ആരുടെ ഔദാര്യമല്ല. ആ അവകാശത്തെയാണ് ഇവിടെ കൈക്കൂലി എന്ന് പറയുന്നത്. ആ വാചകം ഒന്ന് കേട്ടു നോക്കിയേ, കൃത്യമായി കൈക്കൂലി കൊടുക്കുന്നു എന്നാ പറഞ്ഞേ. ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ 64 ലക്ഷം ജനങ്ങളെ 6 പേരെ എടുത്താൽ അതിലൊരാൾ പെൻഷൻ മേടിക്കുന്നവരാണ്. അവർ കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൈക്കൂലിക്കാരാണെന്ന് കോൺഗ്രസ് നയം പ്രഖ്യാപിക്കുകയാണ്. അത് അതിശക്തമായി